ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുന്നു. ദില്ലിയിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. UP, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂട് കനത്തതോടെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു 40-41 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കേരളത്തിൽ പല ജില്ലകളിലും ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പോൾ ഈ 45 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ചൂടാണ്. എന്താണ് ഉത്തരേന്ത്യയിലെ ഒരു കാലാവസ്ഥ? എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ? ഗുഡ് മോർണിംഗ് അന്തു, റോഷ്നി. കനത്ത ചൂടെന്ന് പറഞ്ഞാൽ പോരാ, കൊടും ചൂടാണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലുള്ളത്. പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദില്ലിയിലേക്ക് വരികയാണെങ്കിൽ 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ആവശ്യമില്ലാതെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തേണ്ട, അനാവശ്യമായി അഥവാ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാലും പുറത്ത് ഇറക്കേണ്ട അസംബ്ലികളടക്കം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഓരോ മണിക്കൂർ ഇടവിട്ട് വിദ്യാർത്ഥികൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇതിനായിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് മണിയടിക്കുമെന്നുമൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ 6:45 ഉള്ളൂ. ഞാനിപ്പോൾ വിയർത്തൊലിച്ച് ഒരു പരുവായിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരു സാധാരണ ചൂട് മാത്രമല്ല, ഒരു ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഒരു ചൂട് കാറ്റ്, ഒരു തീഗോളം നമ്മുടെ ശരീരത്തേക്ക് അടിച്ചു കയറുന്ന ഒരു ഫീലാണ് യഥാർത്ഥത്തിൽ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഉണ്ടാകാം. അങ്ങനെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള UP യിലും ഹരിയാനയിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഇത്തരത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്തായാലും ചൂട് എത്തുന്നുണ്ട്. നന്നായി വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതാണ് YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. അഭിനന്ദ് പറഞ്ഞ പോലെ തന്നെ ഈ വെളുപ്പിന് ഈ ഒരു സമയം എന്നൊക്കെ പറയുന്ന ഒരു തണുപ്പൊക്കെ തോന്നേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ വലിയ ചൂടാണ്, ഹ്യൂമിഡിറ്റിയാണ്. അതിപ്പോൾ കേരളമാണെങ്കിലും അങ്ങ് രാജ്യ തലസ്ഥാനമായ ദില്ലിയിലാണെങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല.